വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി മറുപടി നൽകണം. അയോധ്യ രാമക്ഷേത്രക്കൊള്ള തുടങ്ങിയവ ഉയർത്തി ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും നിർത്തിവച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു തലവൂരുണ്ട്. വിഷ്ണു, ഇന്നും സഭയിൽ നമുക്ക് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധമാണ് കാണാൻ കഴിഞ്ഞത്. ഇരുസഭകളും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായും തുടർച്ചയായിട്ടുള്ള ദിവസമാണ്. വലിയ പ്രതിഷേധം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി വിദ്യാർത്ഥികൾക്കെതിരായി അതിക്രമം, തോക്കുപയോഗിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയത്. ഏതായാലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. രാജ്യസഭ 12 മണിവരെയും നിർത്തിവെച്ചിട്ടുണ്ട്. നിലവിൽ അമിത്ഷാ ഇതുവരെ സഭയിലേക്ക് എത്താൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർലമെന്റിൽ അമിത്ഷാ എല്ലാ ദിവസവും എത്താറുണ്ട്. ബിജെപിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലടക്കം അമിത്ഷായും പ്രധാനമന്ത്രിയും പങ്കെടുക്കാറുണ്ടെങ്കിലും സഭയിലേക്ക് എത്താറില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷാ അവതരിപ്പിക്കേണ്ടിയിരുന്ന ബില്ല് പോലും അമിത്ഷാ സഭയിൽ എത്താതെ, ബില്ല് അവതരിപ്പിക്കാൻ പോലും എത്താതെ മാറി നിൽക്കുന്ന ഒരു നിലപാട് കൂടി സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. അമിത്ഷാ സഭയിലെത്തി മറുപടി പറയണം. അതോടൊപ്പം തന്നെ അയോധ്യ രാമക്ഷേത്ര കൊള്ള, ഈ 2 വിഷയങ്ങൾ ഉയർത്തി തന്നെയാണ് വലിയ പ്രതിഷേധം പാർലമെന്റിൽ അരങ്ങേറുന്നത്. മനു.